ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ് മതമെന്ന. മതത്തിന് ഇതിനേക്കാളും വലിയൊരു ഗ്ലോയിങ് ട്രിബ്യൂട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ചൂഷണം നിലനിൽക്കുന്ന സമൂഹത്തിന് ഹൃദയമില്ല. ആരാണ് ശ്രീ കെ സുധാകരനെ KPCC പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത്? കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗമെങ്കിലും കൂടിയോ? കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഞാൻ ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അസാമാന്യ തട്ടിപ്പുകാരുമായും വ്യാജന്മാരുമായി കോൺഗ്രസ് നേതൃത്വത്തിന് ബന്ധമുണ്ട് എന്നത് മാത്രമല്ല, കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യവും വ്യാജമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ടെന്ന് കോൺഗ്രസ് ധരിക്കുന്ന ചില ചെറുപ്പക്കാരായ രാഷ്ട്രീയ നേതാക്കന്മാരെ ആ പാർട്ടിയിൽ നിന്നും ഈ പാർട്ടിയിൽ നിന്നും ആകർഷിച്ച് അവർക്കൊരു ഷാളൊക്കെ അണിയിച്ച് ഒരു മാധ്യമങ്ങൾ ഒരു ഫോട്ടോ സെഷനൊക്കെ നടത്തിയാൽ പരിഹരിക്കപ്പെടാവുന്നതല്ല കോൺഗ്രസിന്റെ പ്രശ്നം. രാഷ്ട്രീയം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, സമൂഹത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. മതവിശ്വാസം, മതമെന്ന് പറയുന്നത് വൈകാരികമായൊരു സ്വകാര്യ വിശ്വാസമാണ്. മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ മതത്തെ സ്വന്തം രാഷ്ട്രീയ അണിനിരത്തലിന് ഉപയോഗിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. വർഗീയതയുടെ അംശങ്ങളും മുസ്ലിം ലീഗിലുണ്ട്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലുള്ളവർ തീവ്രവർഗീയത പ്രചരിപ്പിക്കുമ്പോൾ അത്തരം തീവ്രവർഗീയത പടരുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കുക കൂടി ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണണം. ജാതി കാർഡ് കളിച്ച്, മതത്തിന്റെ കാർഡ് കളിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്നതാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഞാന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ ചില വിമൻസ് കോളേജുകളിൽ SFI യൂണിറ്റുകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ആദ്യമായി ഒരു പെൺകുട്ടി നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നു. അന്ന് ടെലിവിഷനോ പത്രമോ ഫോട്ടോ ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നവരിൽ ജാതിമത ആചാരങ്ങൾ പിന്തുടരുന്നവരുണ്ടാവും, ഇത് പിന്തുടരാത്തവരും ഉണ്ടാവും. പിന്തുടരുന്നു എന്നതിന്റെ പേരിൽ ഒരാൾക്ക് ഒരു പരിഗണന നൽകുന്നുമില്ല. പിന്തുടരുന്നില്ല എന്നതുകൊണ്ട് ആർക്കും ഒരു അവഗണന നേരിടേണ്ടി വരുന്നുമില്ല. ഇസ്ലാം വിരുദ്ധത, ഇസ്ലാമിനെ ഒരു കുറ്റവാളിയായി, വില്ലനായി ചിത്രീകരിക്കുക എന്നുള്ളത്, കുറ്റകൃത്യങ്ങൾ ചെയ്യലാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇത് സംഘപരിവാറിന്റെ ഒരു ആസൂത്രിതമായ നീക്കമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിശ്വാസം, ഭഗവതിയിലും വിശ്വാസം, ഇതെങ്ങനെയാ പൊരുത്തപ്പെടുന്നത്? ചെറുകാട് പറഞ്ഞു ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേടുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭഗവതിയും തമ്മിൽ വല്ല പൊരുത്തക്കേടും ഉണ്ടായാൽ അന്നേരം എന്ത് വേണമെന്ന് ആലോചിക്കാം. ഇന്ന് നമ്മുടെ അതിഥി CPIM പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് MA ബേബിയാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. സഖാവ് സ്വാഗതം. കനയ്യകുമാർ കോൺഗ്രസിലേക്ക് പോയതാണ് പുതിയ വാർത്ത. അത് കനയ്യകുമാറിന് ഗുണം ചെയ്യോ അതോ കോൺഗ്രസിന് ഗുണം ചെയ്യോ? എങ്ങനെയാണ് ഈ സംഭവത്തെ വിലയിരുത്തുന്നത്? ആദ്യമായി കനയ്യകുമാറിനെ പോലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലെ നേതൃത്വത്തിലേക്ക് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വേഗം ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തോട് വേണ്ടത്ര നീതി പുലർത്തിയോ? ഇത്തരത്തിൽ പൊടുന്നനവേ ഒരു ജനകീയ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചത് വഴി സ്വാഭാവികമായും ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ, വ്യക്തിപരമായി കനയ്യകുമാറിന് ഗുണം ചെയ്യുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് വാദിക്കുന്നയാളല്ല ഞാൻ. കാരണം കേരളത്തിൽ CPIM-ഉം CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉള്ളപ്പോൾ BJP-യുടെ ഒരു B ടീമിനെ പോലെ
ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസും ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും അപ്രസക്തമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും BJP എന്ന് പറയുന്ന ഒരു പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ വലിയ വെല്ലുവിളി മുഴക്കുന്ന ഘട്ടത്തിൽ ആ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി വിപുലമായ കൂട്ടായ്മ ഇന്ത്യയിൽ രൂപപ്പെടേണ്ടതുണ്ട്. അങ്ങനെ രൂപപ്പെടുന്ന കൂട്ടായ്മയിൽ പല സംസ്ഥാനങ്ങളിലും സംഭാവന നൽകേണ്ട ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പം കോൺഗ്രസ് സ്വയം ശക്തിപ്പെടാൻ ശ്രമിക്കുന്നതിൽ നമ്മൾ കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഇതുപോലെ ചില ചേക്കേറലുകളും ഒക്കെ കോൺഗ്രസിൽ സംഭവിക്കുന്നതും സ്വാഭാവികമാണ്. കനയ്യകുമാറിനെ പോലൊരാൾ കോൺഗ്രസ് ആണ് തനിക്ക് കൂടുതൽ അനുയോജ്യമായ പാർട്ടി എന്ന് തീരുമാനിച്ചാൽ നമുക്കെന്ന് എങ്ങനെ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയും? പക്ഷേ കോൺഗ്രസ് ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കനയ്യകുമാറിനെയോ ജിഗ്നേഷ് മേവാനിയോ എല്ലാം കൊണ്ടുവന്ന് മുഖം മിനുക്കിയാൽ ആ കോൺഗ്രസിന്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ നിലനിൽപ്പിന്റെ തന്നെ മുന്നിലുള്ള ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരമാവില്ല ഇങ്ങനെ ചില വ്യക്തികളെ, ചെറുപ്പക്കാരായ ചില വ്യക്തികളെ ചില ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രതീക്ഷ ജനിപ്പിക്കാൻ സാധിക്കും എന്ന് കോൺഗ്രസ് കരുതുന്ന ചിലരെ കോൺഗ്രസിലേക്ക് കൂട്ടിച്ചേർത്തു എന്നതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രശ്നം പരിഹൃതമാവുകയില്ല. കനയ്യകുമാറിന്റെ പ്രശ്നം അതിവേഗം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും സ്ഥാനങ്ങളും പദവികളും കിട്ടുക എന്നുള്ളതായിരിക്കും കനയ്യകുമാറിന്റെ ലക്ഷ്യം. ഇവിടെ കോൺഗ്രസിനോടും കനയ്യകുമാറിനോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സ്വന്തം പദവിയും സ്വന്തം പ്രാധാന്യം വർദ്ധിപ്പിക്കലുമാണോ പ്രധാനം, അതോ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസന പാത എന്തായിരിക്കണം? അത് രാഷ്ട്രത്തിന്റെ സമ്പത്ത് മുഴുവൻ സ്വദേശത്തും വിദേശത്തുമുള്ള കോർപ്പറേറ്റുകൾക്ക്, കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുകയോ പാട്ടത്തിന് കൊടുക്കുകയോ പോലുള്ള സാമ്പത്തിക നയങ്ങളാണോ ഇന്ത്യക്ക് ആവശ്യം? നെഹ്റു അതാണോ പറഞ്ഞത്? അല്ല. ആ നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കോൺഗ്രസിന് കഴിയണോ എന്ന ചോദ്യമല്ലേ കോൺഗ്രസ് ഗൗരവമായിട്ട് എടുക്കേണ്ടത്? അതുപോലെ വർഗീയത നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. അത് RSSന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രിയും പ്രസിഡന്റും മാധ്യമം, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ BJPക്കും RSSനും മുമ്പിൽ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നീതിന്യായ സംവിധാനം BJP RSS കൂട്ടായ്മ ഇന്ത്യൻ ജനാധിപത്യത്തെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയും ഭരണഘടനയ്ക്ക് വേണ്ടിയും ഉറച്ചു നിൽക്കേണ്ടിയിരുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി പകച്ചു നിൽക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരായി മതേതര മൂല്യങ്ങൾ ജനങ്ങളിൽ വളർത്തിയെടുക്കുക എന്നത് നെഹ്റുവിയൻ പാരമ്പര്യങ്ങളും മഹാത്മാഗാന്ധിയൻ പാരമ്പര്യങ്ങളും പിന്തുടരുകയാണെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടതാണ്. ഇത്തരം നയപരമായ കാര്യം, സാമ്പത്തിക നയം സംബന്ധിച്ചും രാഷ്ട്രീയ നയം സംബന്ധിച്ചും കോൺഗ്രസ് ഗൗരവം പുലർത്തുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ മുമ്പിലുള്ള കേന്ദ്ര പ്രശ്നം. അതിന് പകരമാവില്ല ഇങ്ങനെയുള്ള ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ടെന്ന് കോൺഗ്രസ് ധരിക്കുന്ന ചില ചെറുപ്പക്കാരായ രാഷ്ട്രീയ നേതാക്കന്മാരെ ആ പാർട്ടിയിൽ നിന്നും ഈ പാർട്ടിയിൽ നിന്നും ആകർഷിച്ച് അവർക്കൊരു ഷാളൊക്കെ അണിയിച്ച് ഒരു മാധ്യമങ്ങൾ ഒരു ഫോട്ടോ സെഷനൊക്കെ നടത്തിയാൽ പരിഹരിക്കപ്പെടാവുന്നതല്ല കോൺഗ്രസിന്റെ പ്രശ്നം. കനയ്യകുമാറിനൊരു പക്ഷേ തൽക്കാലം ചില പ്രതീക്ഷ ഉണ്ടാവും. എത്ര കാലം ആ പ്രതീക്ഷ നിലനിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യ രാഹുൽ ഗാന്ധിയുടെ ബ്ലൂ ഐഡ് ബോയ് ആയിരുന്നു, ഇപ്പൊ BJPയിലാണ്. സച്ചിൻ പൈലറ്റ് ഇപ്പോഴും കോൺഗ്രസിലാണ്, പക്ഷെ എപ്പോ വരെ എന്ന ചോദ്യം നിൽക്കുകയാണ്. ഇതെല്ലാമാണ് പഞ്ചാബ് എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു. അവിടെ മുഖ്യമന്ത്രിയായിരുന്നയാൾ BJP ചേരുമോ എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുകയാണ്. അപ്പൊ ആർക്ക് വേണ്ടിയാണോ അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റിയത് ആ സിദ്ധു ആണ് രാജിവെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഒറ്റാലിൽ കിടന്നതും പോയി എന്ന് നമ്മുടെ നാട്ടിലെ ചൊല്ല് പറയുന്നത് പോലെയാണ് കോൺഗ്രസിന്റെ നേതൃത്വ രംഗത്തെ സ്ഥിതി. കേരളത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് കേരളത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. അവിടെ
ഏതെങ്കിലും ചില വ്യക്തികൾ ഉയർന്ന നേതൃത്വ സ്ഥാനത്തിലേക്ക് കോൺഗ്രസിൽ കൊണ്ടുവരിക, പുറമേ നിന്ന് ആരെങ്കിലും കൊണ്ടുവരിക, തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ വിദ്യകൾ, കൗശലങ്ങൾ ഉപദേശിക്കാൻ പ്രാപ്തരായ ചിലരെ, പ്രശാന്ത് കിഷോറിനെ പോലുള്ളവരെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരിക, ഇത് ഒന്നും അല്ല കോൺഗ്രസ് മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് ഒരു രാജ്യത്വ പൗരൻ എന്ന നിലയിലും RSS നിയന്ത്രിക്കുന്ന BJPക്കെതിരായ സമരത്തിൽ കോൺഗ്രസിന് ഇന്ത്യയിൽ ഇപ്പോഴും ചില രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ, സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ നയപരമായ വിഷയങ്ങളിലേക്ക് കോൺഗ്രസ് ശ്രദ്ധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ മുദ്രാവാക്യത്തോട് യോജിക്കുന്നില്ല, കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ, എന്താണ് അടിസ്ഥാനപരമായി കോൺഗ്രസിന്റെ പ്രശ്നം? അവരെന്താണ് ശരിക്കും കറക്റ്റ് ചെയ്യേണ്ടത്? അവര് അഡ്രസ് ചെയ്യേണ്ട, അഭിസംബോധന ചെയ്യേണ്ട വിഷയങ്ങൾ ആദ്യമായി അവർ ചോദിക്കേണ്ടത്, എങ്ങനെ കോൺഗ്രസ് ഇത്ര ഭീമമായ ഒരു തകർച്ചയിലേക്ക് നീങ്ങി എന്ന് അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പം എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, മതേതരത്വവും മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളോടുള്ള കോൺഗ്രസിന്റെ പ്രതിബദ്ധത ഇത് ഉപേക്ഷിച്ചുകൊണ്ട് BJP ഒരു വർഗീയ സ്വത്വരാഷ്ട്രീയമാണ് പയറ്റുന്നത്. അവർക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നവർ നിർവചിക്കുന്ന ചില പ്രത്യേകതരം ജാതി മതവിഭാഗങ്ങളുടെ ചേരുവ കൃത്യമായ അളവിൽ ചില കറി പാകപ്പെടുത്തുന്നത് പോലെ, ഭക്ഷണം പാചകം ചെയ്യുന്നത് പോലെ, ചില ഓരോ പ്രദേശത്തെയും ഹിന്ദു മതവിശ്വാസികൾ എന്ന് പറയുന്നവർക്കിടയിൽ ഉള്ള ജാതീയമായ കോമ്പിനേഷനുകളുണ്ട്. അത് പ്രത്യേക തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ തയ്യാറാക്കിക്കൊണ്ട് വർഗീയതയുടെ കാർഡ് കളിച്ചുകൊണ്ട് ഒരു അപരനെ സൃഷ്ടിച്ച് പാകിസ്ഥാനെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങള് വളരെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ പ്രിവെന്റീവ് സ്ട്രൈക്ക് ഞങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് അവിടെ ഞങ്ങൾ പാകിസ്ഥാനെതിരെ ഞങ്ങൾ ജയിച്ചു, ഇവിടെ പ്രത്യേക തരത്തിൽ ഒരു മതപരമായ ഐഡന്റിറ്റി കൂടി ബന്ധപ്പെടുത്തിയിട്ട് ഒരു അപരത്വത്തെ നിർമ്മിച്ചിട്ട് ഈ ഫാസിസ്റ്റ് ശക്തികൾ എപ്പോഴും ദ അതർ, അപരൻ എന്ന് പറഞ്ഞ്, അതർ എന്നും അവർ എന്നുള്ളതിന് നല്ല ഉച്ചാരണത്തിൽ വലിയ സാമ്യമുണ്ട്. അവർ ആണ് അപകടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാസിസ്റ്റ് ശക്തികൾ വളരാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം RSSും BJPയും നടപ്പാക്കുമ്പോൾ അതിൽ പകച്ചു നിന്നിട്ട് അവരുടെ ചില മുദ്രാവാക്യങ്ങളും കൂടി നമ്മൾ സ്വീകരിച്ചാലേ അവരെ നേരിടാൻ കഴിയുള്ളൂ എന്നുള്ള പരമ അബദ്ധ രാഷ്ട്രീയം, അതാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. ഇപ്പോ മധ്യപ്രദേശിൽ കമൽനാഥ് വന്നപ്പോ ഗോസംരക്ഷണശാലകൾ, ഗോവധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർക്കശമായ നിയമങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയാതിരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതുപോലുള്ള സമീപനങ്ങൾ, ഇത്തരം മാധ്യമങ്ങൾ തന്നെ, മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്വം വേണ്ട പോലെ നിർവഹിക്കുന്നില്ല എന്നൊരു വിമർശനം ഞാൻ നടത്തിയെങ്കിൽ പോലും അങ്ങനെ ഫലത്തിൽ സംഘപരിവാറിന് കീഴടങ്ങിയ മാധ്യമങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും സ്വതന്ത്രമായ ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇപ്പോൾ നമ്മൾ നടത്തുന്നത് പോലുള്ള ചില ചർച്ചകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ടുള്ള സമാന്തര മാധ്യമ പ്രവർത്തനങ്ങൾ ഒക്കെ വെളിപ്പെടുത്തിയത് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റുകൾ, രാജസ്ഥാനിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും RSSന്റെ വർഗീയ അജണ്ടയ്ക്കെതിരായി നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒക്കെ ഉറച്ചു നിന്ന നിലപാടെടുത്തതുപോലുള്ള ഒരു നിലപാട് രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ ഉപേക്ഷിക്കപ്പെട്ടതാണ്. അത് രാഹുൽ ഗാന്ധിയിലെത്തിയപ്പോഴേക്ക് അപകടകരമായ വിധത്തിൽ ജീർണിച്ചിരിക്കുന്നു. ഈ വിഷയം അഭിസംബോധന ചെയ്യാതെ കോൺഗ്രസിന്റെ റിവൈവൽ സാധ്യമാവുകയില്ല. സാമ്പത്തിക നയങ്ങളും പ്രധാനമാണ്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള നയവും പ്രധാനമാണ്, പിന്നെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം അത് വളരെ പ്രധാനമാണ്. സഹികെട്ട് പ്രസിദ്ധരടക്കം 23 നേതാക്കന്മാരുടെ കത്ത് ഇപ്പൊ ഇതാ കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ
ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, ഇവര് പ്രമുഖരായ നേതാക്കന്മാർ മാത്രമാണ്. PJ കുര്യനെ പോലുള്ളവർ, KV തോമസിനെ പോലുള്ളവർ, ഇവർക്കെല്ലാം കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘടനാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഹൈക്കമാൻഡിന്റെ ജനാധിപത്യരാഹിത്യം, ആലോചനാശൂന്യത, അഡ്ഹോക്കിസം, താൽക്കാലികമായിട്ട് ഓരോന്നും. പഞ്ചാബ് അഡ്ഹോക്കിസത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പഞ്ചാബ്. അപ്പൊ സംഘടനാപരമായ അഡ്ഹോക്കിസം, രാഷ്ട്രീയമായി വർഗീയതയ്ക്കെതിരെ ഉറച്ചു നിലപാടില്ല, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ആകെയുള്ള തർക്കം ഈ കൃഷിക്കാരന്റെയും തൊഴിലാളിയുടെയും പട്ടിണിക്കാരുടെയും ജീവിതത്തെ ശ്രദ്ധിക്കാതെ കുത്തകകളുടെ ആസ്തി വർദ്ധിപ്പിക്കലാണ് തങ്ങളുടെ ഭരണ ദൗത്യം എന്ന തെറ്റായ നയം. ആ നയം ഞങ്ങളുടേതാണ് എന്ന് BJP, അല്ല ഞങ്ങളുടേതാണ് എന്ന് കോൺഗ്രസ്, നിങ്ങളാണ് കോപ്പിയടിച്ചത് എന്നുള്ള ആരോപണം. ഈ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തകർച്ചയുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ സത്യസന്ധരാണെങ്കിൽ അവരുടെ പരിഗണനയിൽ വരേണ്ടത്. ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ രാഷ്ട്രീയം, കൃത്യമായ രാഷ്ട്രീയം പറയുന്നവരുണ്ട്. ഞാൻ ഇടതാണ് അല്ലെങ്കിൽ ഞാൻ വലതാണ് എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ സംഘിയല്ല പക്ഷേ എന്ന് പറഞ്ഞ രാഷ്ട്രീയം പറയുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് BJP ഇത്രയേറെ എതിർക്കുന്നത്? അതും ഒരു ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി അല്ലേ എന്നുള്ളതാണ്. എന്താണ് അതിന്റെ ഉത്തരം? എന്തുകൊണ്ടാണ് നമ്മൾ BJPയെ ഇങ്ങനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് BJPയെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. അതിന് കാരണം ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി, ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അതിന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു മറുപടി, ഫുട്ബോൾ കളിക്കുന്ന കോർട്ടിൽ ഫുട്ബോൾ കളിക്കാനുള്ള ഷൂസ് എല്ലാം കെട്ടിയിട്ടുള്ളതിന് പുറമെ ഒരു ക്രിക്കറ്റ് ബാറ്റുമായിട്ട് ഇറങ്ങുക, എന്നിട്ട് തന്നെ വെട്ടിച്ച് കടന്നു പോകാൻ വരുന്നവരെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചു വീഴ്ത്തുക. അത് ഫുട്ബോളിൽ നമ്മൾ അനുവദിക്കുമോ? ഇല്ല. രാഷ്ട്രീയം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, സമൂഹത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. മതവിശ്വാസം, മതമെന്ന് പറയുന്നത് വൈകാരികമായ ഒരു സ്വകാര്യ വിശ്വാസമാണ്. മതം വളരെ വൈകാരികമാണ്. അതുകൊണ്ട് തന്നെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഒരു മതത്തിന്റെ പ്രധാനിയാണ്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഏതാണ്ട് സമാനമാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, മതത്തിന്റെ പേരിൽ കലഹിക്കരുത്. പക്ഷെ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ അത് വളരെ എളുപ്പമാണ്. പക്ഷെ അത് ഇതുപോലെയാണ്, ഫുട്ബോൾ കളിയിൽ ക്രിക്കറ്റ് ബാറ്റുമായി ഇറങ്ങുന്നത് പോലെയാണ്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ മതത്തെ, വർഗീയതയെ ഉപയോഗിച്ചുകൂടാ. ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും വലിയ അഴിമതി എന്താണെന്ന് ചോദിച്ചാൽ, മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന, വർഗീയവൽക്കരിക്കുന്ന, അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും SDPI ആയാലും BJPയും സംഘപരിവാറുമായാലും അത് ജനാധിപത്യ രാഷ്ട്രീയ തത്വത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് BJP മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അല്ല, ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പാമ്പ് ഒരു ജീവിയാണ്, പക്ഷെ പാമ്പ് വിഷമുള്ള ജീവിയാണ്. അപ്പം നിങ്ങൾ കോഴിയെ വളർത്തുന്നു, നിങ്ങൾ ആട്ടിനെ വളർത്തുന്നു, ഇതെല്ലാം ജീവിയല്ലേ? അതുകൊണ്ട് രാജവെമ്പാലയും ഇവിടെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ 2 ഉദാഹരണങ്ങൾ കൊണ്ട് ഈ ചോദ്യത്തിന് തൃപ്തികരമായി മറുപടി ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ ക്ലിയർ ആണ്. ഇപ്പൊ CPIM എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കൊഴിഞ്ഞുള്ള രാഷ്ട്രീയ പാർട്ടികളെ തന്നെയാണോ, ഇത്തരം മുഖംമൂടിയുള്ളവരെയാണോ? പിന്നെ മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നത്? മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ മതത്തെ സ്വന്തം രാഷ്ട്രീയ അണിനിരത്തലിന് ഉപയോഗിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. വർഗീയതയുടെ അംശങ്ങളും മുസ്ലിം ലീഗിലുണ്ട്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലുള്ളവർ തീവ്രവർഗീയത പ്രചരിപ്പിക്കുമ്പോൾ അത്തരം തീവ്രവർഗീയത പടരുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കുക കൂടി ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
നമ്മൾ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണണം. മുസ്ലിം ലീഗിന് ഒരു മതേതര പാർട്ടിയാണെന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും SDPI പോലെയുള്ള അല്ലെങ്കിൽ RSSന്റെ ന്യൂനപക്ഷ ഇമിറ്റേഷനുകൾ അവ സജീവമായി RSSന്റെ നിലനിൽപ്പിന് ന്യായീകരണം ഉണ്ടാകുന്ന വിധത്തിൽ ന്യൂനപക്ഷ തീവ്രവാദ പ്രവർത്തനങ്ങളും ന്യൂനപക്ഷ വർഗീയവാദ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ അത് ശരിയല്ല എന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ അസ്തിത്വത്തിന് വേണ്ടി കൂടി ആവാം. കാര്യം മുസ്ലിം വിശ്വാസികൾ മുഴുവൻ അങ്ങോട്ട് പോയാൽ പിന്നെ മുസ്ലിം ലീഗിന്റെ കട പൂട്ടേണ്ടി വരും. എന്തുകൊണ്ടായാലും ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ മുസ്ലിം ലീഗ് തൽക്കാലം എതിർക്കുന്നുണ്ട്. അതേസമയം അത് അചഞ്ചലമായി എപ്പോഴും ഒരു വിട്ടുവീഴ്ചയും കാണാതെ മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി അവർ കൂട്ടുകെട്ടുണ്ടാക്കി. മുസ്ലിം ലീഗും കൂട്ടുകെട്ടുണ്ടാക്കി, കോൺഗ്രസും കൂട്ടുകെട്ടുണ്ടാക്കി. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും ഞങ്ങൾ വസ്തുതയായി കാണുന്നവരാണ്. മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായതുകൊണ്ട് അത് തനി വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭർഷിക്കാൻ ഞങ്ങൾ പുറപ്പെടുന്നില്ല. എന്നാൽ അവര് വർഗീയത ഉപയോഗപ്പെടുത്തുന്നവരാണ്, മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ കൂടുതൽ തീവ്രവാദപരവും അപകടകരവും ഒക്കെയായ സംഘടനകളും പാർട്ടികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവയെ എതിർക്കുന്നതിൽ മുസ്ലിം ലീഗിനൊരു പങ്ക് വഹിക്കാൻ കഴിയും. അതവർ ഭാഗികമായി വഹിക്കുന്നുള്ളൂ, പൂർണ്ണമായിട്ട് അവർ അവരുടെ പങ്ക് നിർവഹിക്കുന്നില്ല എന്നുള്ള വിമർശനവും ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് കേൾക്കുന്ന ഒരു വാക്കാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന്. എന്ത് വിഷയം ഉയർന്നു വന്നാലും അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറഞ്ഞാലും കുറെ ആളുകൾ പറയും ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഇപ്പൊ പാലാ ബിഷപ്പിന്റെ വിഷയത്തിലും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ നിലപാടെടുത്തപ്പോ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. ഇപ്പൊ സഖാവ് പക്ഷേ വളരെ ക്ലിയർ ആയിട്ടാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു, ഒന്നും ഒളിക്കുക മറക്കില്ല, ഇതാണ് എന്റെ അഭിപ്രായം അല്ലെങ്കിൽ എന്റെ പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നു. അപ്പോ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കുറിച്ച് വേവലാതിയൊന്നും തോന്നാറില്ലേ? ഇതിൽ ഇന്ന് ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പുകളുണ്ട്. വോട്ട് ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് ജയിക്കുക. ഭൂരിപക്ഷം വോട്ട് കിട്ടുന്നതിന് വേണ്ടി പാർട്ടിയുടെ നിലവാരവും മൂല്യങ്ങളും ബലികഴിക്കാത്ത സമീപനങ്ങളാണ് എടുക്കേണ്ടത്. അതിന് വിരുദ്ധമായി ജാതി കാർഡ് കളിച്ച്, മതത്തിന്റെ കാർഡ് കളിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്നതാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അതിനെ സർവശക്തി ഉപയോഗിച്ച് എതിർക്കണം. ജനങ്ങൾ യഥാർത്ഥത്തിൽ ഈ മതത്തിന്റെയും ജാതിയുടെയും ഒന്നും പിന്നാലെ സ്വയം പോകുന്നവരല്ല. അവരെ കുത്തിയിളക്കി വിട്ട് പ്രചോദിപ്പിച്ച് പ്രകോപിപ്പിച്ച് വശീകരിച്ച് ഒക്കെയാണ് കുറച്ചുപേരെ ഈ ജാതി രാഷ്ട്രീയത്തിന്റെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും പിന്നാലെ അണിനിരത്താൻ കഴിയുക. ജനങ്ങൾ നിഷ്കളങ്കരാണ്. അവർക്ക് സത്യസന്ധമായി ജീവിക്കാനും പെരുമാറാനും വോട്ട് ചെയ്യാനും അവസരം കിട്ടിയാൽ ജനങ്ങൾ അതിന് തന്നെയാണ് സന്നദ്ധരാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനാവശ്യം പോലെ ഉദാഹരണങ്ങളുണ്ട്. ചില പ്രത്യേക മതത്തിന് ഭൂരിപക്ഷമുള്ള ചില വാർഡുകളിൽ ആ മതത്തിൽപ്പെട്ടവരല്ലാത്ത ചിലരെ സ്ഥാനാർത്ഥികളായി CPM-ഉം ഇടതുപക്ഷവും നിർത്തി ജനങ്ങളുടെ ജാതിമത അതീതമായി ജനങ്ങളുടെ എല്ലാ കാര്യത്തിലും നിൽക്കുന്നവരാണ് ഈ ആളുകൾ എന്നതുകൊണ്ട് മഹാഭൂരിപക്ഷം നൽകി അവരെ ജയിപ്പിച്ചിട്ടുള്ള എത്രയോ ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, എത്രയോ അസംബ്ലികൾ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തെ കുറിച്ച് ഇത്തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി പല കണക്കൂട്ടലുകളും ഉണ്ട്. അവിടെ 2 തവണ തുടർച്ചയായിട്ട് പ്രശാന്ത് ജയിച്ചിരിക്കുന്നു. പ്രശാന്ത് ജയിച്ചത് അഭിമാനകരമാണ്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ എല്ലാം കഴുകിക്കളയുന്നതാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ലാതെ തെളിയിക്കുന്നതാണ് എന്നുള്ളത് വട്ടിയൂർക്കാവിൽ ചെന്നാൽ ആള് പറയും. ഞങ്ങളുടെ സുഹൃത്താണ്, ഞങ്ങളുടെ സഹോദരനാണ് പ്രശാന്ത്, ഏത് ജാതിയാണെന്നുള്ളതൊന്നും ഞങ്ങൾ നോക്കുന്നേ ഇല്ല. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്തിന്റെ സ്ഥിതി. ലോകം എങ്ങനെയാണ്, മനുഷ്യരെങ്ങനെയാണ്, ചില രാഷ്ട്രീയക്കാരാണ് ജനങ്ങളെ വഷളാക്കുന്നത് എന്നുള്ളതാണ് സത്യം. നേമത്തും ഇത് സംഭവിച്ചല്ലോ അല്ലെ? നേമത്ത് സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു. ഒരുപാട് സീറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ചിലരുടനെ പറയും
നിങ്ങളുടെ ഇന്ന സീറ്റ് നിന്നാൽ ഇന്നാളല്ലേ എന്നൊക്കെ പറയും. കേരളത്തിൽ ആര് നിന്നാലും ഏത് സീറ്റ് നിന്നാലും ഉടനെ അതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ വളരെ കൗതുകരമായ ഒരു കാര്യം പറയാം. SFIയുടെ ഭാരവാഹികളായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ ഞാനുമാണ് ദീർഘകാലം അടിയന്തരാവസ്ഥ കാലത്തടക്കം ഒരുമിച്ചുണ്ടായിരുന്നത്. 1975 തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കോടിയേരി സംസ്ഥാന സെക്രട്ടറി, ഞാൻ സംസ്ഥാന പ്രസിഡന്റുമായത്. എന്നിട്ട് ഞങ്ങള് പിന്നെ 78 സമ്മേളനത്തിൽ വെച്ചാണ് കോടിയേരി ഒഴിയുന്നത്. പിന്നെ ഞാൻ അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ ആയി പോയി. ആ ചരിത്രം പറയാനല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. കോടിയേരി ഞാൻ ഒരു കട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, ഒരുമിച്ച് എത്രയോ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ തലശ്ശേരി ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോടിയേരിയെ സ്ഥാനാർത്ഥിയായി 80കളുടെ ആദ്യം, 70കളുടെ അവസാനമോ 80കളുടെ ആദ്യമോ പ്രഖ്യാപിക്കുമ്പോൾ അന്ന് പത്രങ്ങൾ എഴുതി കോടിയേരി ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് എഴുതുമ്പോഴാണ് കോടിയേരിയുടെ ജാതി ഐഡന്റിറ്റി ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യാനികൾക്കിടയ്ക്ക് ഇതുപോലെ ഒരുപാട് ഡിനോമിനേഷൻസ് ഉണ്ട്, ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നത് കോടിയേരി മനസ്സിലാക്കി. ഇത് ഇങ്ങനെയാണ് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ. അപൂർവം ചില സന്ദർഭങ്ങളിലാണ് യാദൃച്ഛികമായി ഇത്തരത്തിലുള്ള ജാതി മത ഐഡന്റിറ്റികൾ തിരിച്ചറിയുക. എന്റെ കാര്യത്തിൽ വലിയൊരു ഈ പറഞ്ഞു വരുമ്പോൾ വളരെ കൗതുകരമായ ഒരു ഫലിതം കൂടിയുണ്ട്. ഞാന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ചില വിമൻസ് കോളേജുകളിൽ SFI യൂണിറ്റുകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ആദ്യമായ ഒരു പെൺകുട്ടി നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നു. അന്ന് ഈ ടെലിവിഷനോ പത്രമോ ഫോട്ടോ ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് പേര് കേട്ടപ്പോ അവർ വിചാരിച്ചത് ബേബി എൻ്റെ ഒരു യാദൃച്ഛിക സൗഭാഗ്യം. ഇത് കാസ്റ്റ് ന്യൂട്രലാണ്, റിലിജിയൻ ന്യൂട്രലാണ്, ജെൻഡർ ന്യൂട്രലുമാണ്, ഏജ് ന്യൂട്രലുമാണ്. ഈ പേര് കേൾക്കുമ്പോ ഞാൻ 10-67 വയസ്സായെന്നുള്ളത് പലരും മനസ്സിലാക്കി. അപ്പൊ അത് ചിലരുടെ ജാതി പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ ഒരു ഇന്റിമിഡേറ്റിംഗ് ത്രെറ്റായി, നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഞാൻ ജാതിയില്ലാത്തവനാണെന്ന് 100 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞുവെങ്കിൽ ഇപ്പൊ നമ്മൾ ടെലിവിഷനിൽ കാണുന്നത് ഓരോ ജാതിയിലും പെട്ടവർക്കുള്ള marriage.com ആണ്. ഇന്ന ജാതിയിൽപ്പെട്ടവർ ഈ മാരേജ് ഇല്ലേ കാണുന്നില്ലേ? നായർ, ഈഴവ, അതെ. എവിടെയാണ് നമ്മുടെ സമൂഹം എത്തുന്നത്? ദുഃഖകരമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം ഇതിന്റെ ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു ചോദ്യമല്ല, പക്ഷെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് കാലങ്ങളായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ഇന്ന മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് സീറ്റ് കിട്ടിയത്, അതുകൊണ്ടാണ് ഇന്ന സ്ഥലത്ത് മത്സരിച്ചത് എന്നൊക്കെ. ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? ഞാൻ ഒരർത്ഥത്തിൽ ഇത് ഈ വശം പരാമർശിച്ചു കഴിഞ്ഞു. ഈ നമ്മുടെ സമൂഹത്തിൽ ആരെ ഒരു ഉത്തരവാദിത്വത്തിന് പരിഗണിക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു റിലീജിയസ് ഐഡന്റിറ്റിയോ കാസ്റ്റ് ഐഡന്റിറ്റിയോ ഉണ്ടാവാം. ഇപ്പൊ എന്നെ പോലുള്ള ഒരാള് വളരെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്രയോ യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മതങ്ങളെയും ആദരിക്കുന്നുണ്ട്, ജാതികളെയും. ജാതി ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പോലും ജാതി ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു ജാതിയുടെയും രീതികൾ ഞങ്ങൾ പിന്തുടരാറില്ല, ഒരു മതത്തിന്റെയും ആചാരങ്ങൾ പിന്തുടരാറില്ല, എല്ലാ മതത്തെയും ആദരിക്കുന്നു. ഇതാണ് പാർട്ടിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നവരുടെ എല്ലാം നില. എന്നാൽ പാർട്ടിയിൽ മതാചാരങ്ങൾ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം പാർട്ടി അംഗങ്ങൾക്ക് പോലും അനുവദിക്കുന്നുണ്ട്. വീണ ജോർജിനും അനുവദിച്ചിട്ടുണ്ട്. പിന്നെ കുണ്ടറ മണ്ഡലത്തിൽ ഏറ്റവും ശക്തമായി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി നയിച്ച ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്ത എന്റെ പ്രിയ സഖാവ് ജോസുകുട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ ഏരിയ സെക്രട്ടറിയാണ്. പക്ഷെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. മരിച്ചവ പള്ളിയിലാണ് സംസ്കരിച്ചത്. ആ സംസ്കാര ചടങ്ങിൽ ഞാനും പങ്കെടുത്തു. അവിടെ ഈ പള്ളിയിൽ വികാരിയച്ഛൻ ഒരു പ്രസംഗം നടത്തും. ആ വികാരിയച്ഛൻ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായ നേതാവാണ് ജോസുകുട്ടി, അതേസമയം എല്ലാ പള്ളിക്കാര്യങ്ങളിലും ജോസുകുട്ടി ഞങ്ങളുമായി സഹകരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം ഇതാണ്. അപ്പം പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നവരിൽ ജാതിമത ആചാരങ്ങൾ പിന്തുടരുന്നവരുണ്ടാവും, ഇത് പിന്തുടരാത്തവരും ഉണ്ടാവും. പിന്തുടരുന്നു എന്നതിന്റെ പേരിൽ ഒരാൾക്ക് ഒരു പരിഗണന നൽകുന്നുമില്ല, പിന്തുടരുന്നില്ല എന്നതുകൊണ്ട് ആർക്കും ഒരു അവഗണന നേരിടേണ്ടി വരുന്നുമില്ല. ഇതിനെല്ലാം
തുല്യ മനസ്സോടുകൂടിയും സമചിത്തതയോടും കൂടിയാണ് പാർട്ടി സമീപിക്കുന്നത്. ഏത് വിശ്വാസം പിന്തുടരാനും ആധുനിക സമൂഹത്തിൽ അനുയോജ്യമായ അന്ധവിശ്വാസങ്ങൾ പിന്തുടരാൻ പാർട്ടി പ്രോത്സാഹിപ്പിക്കാറില്ല. പാർട്ടി നിരുത്സാഹപ്പെടുത്തും. മറ്റു കാര്യങ്ങൾ പാർട്ടിയിൽ അനുവദിച്ചിട്ടുണ്ട്. വീണ ജോർജ് ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തിൽപ്പെട്ട ആള് എന്ന പേരിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു ക്ലാരിഫിക്കേഷൻ വളരെ ആവശ്യമുണ്ടായിരുന്നു തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ട്രെൻഡാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നതാണ്. മുസ്ലിം പേരുള്ള ആളുകള് ഇപ്പൊ CPM-ലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവരെ മറ്റ് ആളുകൾ ഇങ്ങനെ മാപ്പിള സഖാവ് അങ്ങനെ ഒരുപാട് ചാപ്പ കുത്തി പല പേരുകളിലൊക്കെ വിളിക്കും. ഇപ്പൊ അവര് പള്ളിയിൽ പോകുന്ന പ്രശ്നം, അവര് നിസ്കരിക്കുന്ന പ്രശ്നം, ചിലപ്പോൾ അവിശ്വാസിയാണെങ്കിൽ പ്രശ്നം, മുസ്ലിം എന്നുള്ളൊരു ഐഡന്റിറ്റി പോലും അവർക്ക് അംഗീകരിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനുള്ളൊരു മറുപടി കൂടിയാന്ന് തോന്നുന്നു. കാരണം പാർട്ടി എന്ന് പറഞ്ഞാണ് പ്രൈമറി, ഇത് സെക്കൻഡറി സ്വത്വമാണെന്ന് പറഞ്ഞ ആ ഒരു ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വലിയൊരു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇസ്ലാം വിരുദ്ധത, ഇസ്ലാമിനെ ഒരു കുറ്റവാളിയായി വില്ലനായി ചിത്രീകരിക്കുക എന്നുള്ളത്, കുറ്റകൃത്യങ്ങൾ ചെയ്യലാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇത് സംഘപരിവാറിന്റെ ഒരു ആസൂത്രിതമായ നീക്കമാണ്. ഇത് നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രശ്നമാണ്. ഇതിനെ എല്ലാ ശക്തിയും എടുത്ത് നേരിടേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ മാനവിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ കടമയാണ്. എന്നാൽ ഈ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുന്നു എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. EMS വിശദീകരിച്ചിട്ടുണ്ട് എന്നത് മാത്രമല്ല, മാർക്സിന്റെ രചനകളിലേക്ക് പോയാൽ മാർക്സിന്റെ വളരെ പ്രസിദ്ധമായ ഒരു മതം സംബന്ധിച്ച നിർവചനത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്താണ് പറയുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. യഥാർത്ഥത്തിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുമ്പോ അതൊരു വേദന സംഹാരിയായിട്ടാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഓപ്പിയം മാർക്സിന്റെ കാലത്ത്. അതിന് മുമ്പുള്ള വാചകങ്ങൾ എന്താ മാർക്സ് പറയുന്നത്? ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ് മതമെന്നാണ്. മതത്തിന് ഇതിനേക്കാളും വലിയൊരു ഗ്ലോയിങ് ട്രിബ്യൂട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ചൂഷണം നിലനിൽക്കുന്ന സമൂഹത്തിന് ഹൃദയമില്ല. അങ്ങനെ ഹൃദയമില്ലാത്ത മനുഷ്യനെ ദുരിതക്കടലിലേക്ക് എടുത്തെറിയുന്ന ഒരു സമൂഹത്തിന്റെ ഹൃദയമാണ്, ആശ്വാസമാണ്, അഭയമാണ് മതം. ഇതാണ് മാർക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മതവിശ്വാസം ആവശ്യമില്ലാത്ത സമൂഹം ഉണ്ടാവും. മനുഷ്യന്റെ കാര്യങ്ങൾ മനുഷ്യന് തന്നെ സ്വയം കൂട്ടായി ഏറ്റെടുത്ത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിൽ മതത്തിന്റെ ആവശ്യകത ഒരുപക്ഷെ ഇല്ലാതാവും എന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ മതത്തിലും ആരാധനയിലും വിശ്വസിക്കുന്നവർക്ക് അതിനെ ഒപ്പം നിൽക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം EMS ആണ്. അത് വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ്. പഴനിയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ EMS പോയപ്പോ ആര്യ അന്തർജനവും, ഞങ്ങൾ അമ്മയെന്നാണ് വിളിക്കുക, കാര്യം ഡൽഹിയിലെ കുറച്ചു കാലം ഞങ്ങൾ ഒരേ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. EMS-ഉം സുശീല ഗോപാലിനും ഒക്കെ താമസിച്ചിരുന്നത് MP's ക്വാർട്ടേഴ്സിന്റെ ഒരു ഭാഗത്താണ്. ഞങ്ങള് സീതാറാമും നേപ്പാളും സൈഫുദ്ദീനും സുഹൈൽ ഹാഷ്മിയും ഞാനും ഒക്കെ SFIയുടെ പ്രവർത്തകർ എന്നുള്ളവരെ താമസിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ചിരിക്കാറുണ്ട്. ഈ പറയുന്ന സംഭവം പഴനിയിൽ പാർട്ടി പരിപാടിക്ക് സമ്മേളനത്തിന് EMS-ന്റെ കൂടെ പോയപ്പോ ആര്യ അന്തർജനം അമ്മ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എനിക്ക് പഴനി ക്ഷേത്രത്തിലൊന്ന് പോയ തൊഴണമെന്നുണ്ട്. വിശ്വാസിയാണ്. ആ വിശ്വാസത്തിൽ EMS ഇടപെട്ടിട്ടില്ല. അവര് സംസാരിക്കാറുണ്ട്. അപ്പം EMS കൂടെ പോയി പഴനി ക്ഷേത്രത്തിൽ തൊഴാൻ. വിഷയം അവിടെയല്ല. AKG പങ്കെടുത്ത ഒരു യുവജന സമ്മേളനത്തിൽ ഒരു സഖാവ് വിമർശനം ഉന്നയിച്ചു. വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് സഖാവ് EMS. ആ സഖാവ് EMS സ്വന്തം ഭാര്യയുടെ കൂടെ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോകാതെ ശരിയാണോ? AKG മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ AKG മറുപടി പറയാൻ വേണ്ടി വന്നു. AKG പറഞ്ഞു, EMS തൊഴാൻ പോയിട്ടില്ല. EMS-ന്റെ ഭാര്യയ്ക്ക് തൊഴാനുള്ള, വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, തൊഴാനുള്ള അവകാശമുണ്ട്.
അങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകാനും തൊഴാനും പ്രാർത്ഥിക്കാനും താല്പര്യം തോന്നുമ്പോ അവര് ക്ഷേത്രത്തിൽ പോകുമ്പോ കൂടെ പോകേണ്ടത് ഞാനാണോ? അവരുടെ ഭർത്താവ് EMS അല്ലേ പോകേണ്ടത്? അങ്ങനെയാണ് EMS പോയത്. EMS തൊഴുതിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് നേതാവിൽ EMSന് ഭർത്താവിന്റെ ജോലി കൂടിയുണ്ട്. ആ ഉത്തരവാദിത്വമാണ് നിർവഹിച്ചത് എന്ന് വളരെ സരസമായി സഖാവ് AKG മറുപടി പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ചെറുകാട് കമ്മ്യൂണിസ്റ്റുകാരനായി പ്രസിദ്ധനായ എഴുത്തുകാരനായി അവിടെയുള്ള ഒരു ഭഗവതിയിൽ വലിയ വിശ്വാസം ഉണ്ടായി. ഏതൊരു ഭഗവതി, ഒരു ക്ഷേത്രമുണ്ട്, ആ ഭഗവതിയിൽ വിശ്വാസം ഉണ്ടായി. അപ്പൊ ഒരാൾ ചോദിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിശ്വാസം, ഭഗവതിയിലും വിശ്വാസം, ഇതെങ്ങനെയാ പൊരുത്തപ്പെടുന്നത്? ചെറുകാട് പറഞ്ഞു, ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേടും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭഗവതിയും തമ്മിൽ വല്ല പൊരുത്തക്കേടും ഉണ്ടായാൽ അന്നേരം എന്ത് വേണമെന്ന് ആലോചിക്കാം. ഇപ്പൊ ഒരു പൊരുത്തക്കേടും ഇല്ല. ഞാൻ ഭഗവതി വിശ്വസിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ പങ്കെടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പല ചരിത്രങ്ങളും ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഇസ്ലാം മത വിശ്വാസികൾക്ക് ആ വിശ്വാസത്തിനുള്ള അവകാശമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമ്പോൾ എന്ന് മാത്രമല്ല, ഹിന്ദുമത വിശ്വാസികൾക്കും ആ വിശ്വാസത്തിന് അവകാശമുണ്ട്, കത്തോലിക്ക മതവിശ്വാസികൾക്കും അതിന് വിശ്വാസമുണ്ട്, ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർക്കും അവകാശമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, പ്രവൃത്തിയിൽ അനുവദിച്ചിട്ടുള്ളതാണ് എന്നതിന്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വളരെ നല്ല. കേരളത്തിലെ കാര്യത്തിലേക്ക് വന്നാല്, ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ ഇപ്പൊ ഒരു മോൺസന്റെ തട്ടിപ്പുകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അതില് DGP മുതൽ KPCC പ്രസിഡന്റ് വരെയുള്ളവരെ ഫോട്ടോകളിൽ നമ്മൾ കാണുന്നു. ഇപ്പൊ KPCC പ്രസിഡന്റ് ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് പോയതായിട്ട് കാണുന്നു. അപ്പൊ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് സംബന്ധിച്ച് ഞാനൊരു എൻ്റെ മുഖപുസ്തകത്തിൽ ചെറിയൊരു പ്രതികരണം ഇട്ടിരുന്നു. അതെനിക്ക് വലിയ സങ്കടം തോന്നി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയും ശ്രീകേശവനെ പോലെ കേരളത്തിൽ ഒരു ക്ഷേത്രം തീകത്തി നശിച്ചപ്പോ ശ്രീകേശവൻ പറഞ്ഞത് വളരെ പ്രസിദ്ധമാണ്. അപ്പം ഇങ്ങനെയെല്ലാം ഉള്ള പാരമ്പര്യം കൂടിയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഈ തട്ടിപ്പുകാരനുമായി ബന്ധപ്പെട്ട കുറേയധികം വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഈ കുറിപ്പ് ഞാൻ ഇട്ടത്. ഇവിടെ ഒരു കാര്യം വളരെ സംശയരഹിതമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഞാനോ സുഹൃത്ത് സുനിതയോ ഇയാളുമായി ചേർന്നൊരു ഫോട്ടോ ഉണ്ടായിക്കൂടാന്നില്ല. ഈ തട്ടിപ്പുകാരും കുഴപ്പക്കാരും വലിയ ക്രിമിനൽ കുറ്റം ചെയ്തയാളെന്ന് നാളെ തെളിയിക്കപ്പെടാവുന്നവരും ഒക്കെ ആയിട്ട് പലരുടെയും ഫോട്ടോകൾ വരാം. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, പൊതുചടങ്ങിൽ എവിടെങ്കിലും വെച്ച്, സോഷ്യൽ ഗാദറിങ്ങിൽ, സൗഹൃദ വല്ലവരുടെയും വിവാഹ സ്വീകരണ സ്ഥലത്ത് വെച്ചൊക്കെ വരുമ്പോ ചിലർ വന്നൊരു ഫോട്ടോ എടുത്തോട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കാറുണ്ട്. യാത്രക്കിടയ്ക്ക് ചിലപ്പോൾ വീടുകളിൽ ഒരു ഹ്രസ്വ സന്ദർശനം നടത്തിയെന്ന് വരും. ഇതങ്ങനല്ല. അദ്ദേഹം തന്നെ പറയുന്നു, എത്ര തവണയാ വീട്ടിൽ പോയിട്ടുണ്ടെന്നുള്ള എണ്ണം ഞാൻ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അസംഖ്യമാണ്. അതല്ലെങ്കിൽ പറയാം 1-2 തവണ, അല്ലെ 3-4 തവണയേ പോയിട്ടുള്ളൂ. ഇത് അദ്ദേഹത്തിന് പറയാൻ വയ്യ എത്ര എണ്ണമെന്ന്, അല്ലേ? പിന്നെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കും വിധേയനായി എന്ന് പറയും. അദ്ദേഹം ഒരു വ്യാജ വൈദ്യനാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ. വ്യാജ വസ്തുക്കൾ വിൽക്കുക, വ്യാജ ബിരുദം പേറി നടക്കുക, ഇതെല്ലാമാണ്. അപ്പൊ ചില ആളുകൾ 1-2 തവണ തെറ്റിദ്ധരിക്കപ്പെട്ടതിനെ സംബന്ധിച്ചിടത്തോളം പരാതിയില്ല. പക്ഷേ ഇതുപോലെ പ്രമുഖനായ ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു ഉറ്റബന്ധം, അതുപോലെ വ്യാജ ചികിത്സയാണ് അദ്ദേഹം നടത്തുന്നതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോ ഇതുപോലുള്ള വ്യാജ ചികിത്സയാണോ ശ്രീ K. സുധാകരൻ കോൺഗ്രസിനും നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രമേ. ഇപ്പോ കേരളത്തിന്റെ മുൻ DGPയുടെയും ADGPയുടെയും ഒക്കെ ഫോട്ടോകൾ പുറത്തു വന്നു കണ്ടു. അപ്പൊ ഒരു DGPക്ക് പോലും ഇതൊരു കള്ളനാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഒരു KPCC പ്രസിഡന്റിന് പറ്റണമെന്നില്ലല്ലോ. അല്ല, ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു വ്യത്യാസമുണ്ട്. യാദൃച്ഛികമായി ഇപ്പൊ ഇവർക്ക് ഈ പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്രമാത്രം ഗാഠമായ ബന്ധം ഇയാളുമായിട്ടുണ്ട് എന്നെല്ലാം ഉള്ളത് അന്വേഷണത്തിൽ വെളിപ്പെടാനിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ
വളരെ ഗാഢമായ ബന്ധം, ദീർഘകാല ബന്ധം ഈ ആളുമായി തുറന്നിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്കും അത് വിശദീകരിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഇപ്പൊ DGP എന്ന് പറഞ്ഞ വ്യക്തി ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതോ ഒരു ഘട്ടത്തിൽ ഇയാള് കുഴപ്പക്കാരനാണ്, വ്യാജനാണ് എന്ന് DGPക്ക് മനസ്സിലായി എന്നാണ് വ്യക്തമാകുന്നത്. അതെത്ര വൈകിട്ടാണ്, തക്ക സമയത്ത് തന്നെ വന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഇനിയുള്ള നാളുകൾ വ്യക്തത വരാൻ മാത്രം പോവുകയാണ്. അതുകൊണ്ട് ഇയാളുമായി ഏതെങ്കിലും ഒരു സമയത്ത് ബന്ധപ്പെട്ടു എന്നത് മാത്രം ഒരു അപരാധമാവുന്നില്ല എന്ന് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ കെ സുധാകരന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ വിശ്വസിച്ചാൽ അങ്ങനെ ഒരു യാദൃച്ഛിക ബന്ധമല്ല, അതിനപ്പുറത്തുള്ള ബന്ധം ഈ വ്യാജനുമായി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരനെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്, കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യം, ആരാണ് ശ്രീ കെ സുധാകരനെ KPCC പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത്? കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗമെങ്കിലും കൂടിയോ? കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഞാൻ ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഡൽഹിയിലെ കോൺഗ്രസിന്റെ കേന്ദ്രത്തിലുള്ള 2-3 ആളുകൾ പരസ്പരം കൂടിയാലോചിച്ച് എടുത്ത തീരുമാനമാണ്. ജനാധിപത്യ പാർട്ടി എന്ന് മാധ്യമങ്ങൾ വിശദീകരിക്കുന്ന ഈ കോൺഗ്രസിൽ എവിടെയാണ് ജനാധിപത്യം? അതാണ് ആദ്യത്തെ വിഷയം. അതാണ് 23 കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഒരു കത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത്. അതിന് ഇനിയും മറുപടി ഉണ്ടായിട്ടില്ല. നരസിംഹറാവു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന കാലത്താണ് ഒരിക്കൽ AICCയിൽ അതിന്റെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ശ്രീ AK ആന്റണിയും വയലാർ രവിയും തമ്മിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരിക്കൽ ഒരു മത്സരം നടന്നു. ശ്രീ വയലാർ രവി ശ്രീ K കരുണാകരന്റെ സഹായത്തോടു കൂടി AK ആന്റണിയെ തോൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് മത്സരം നടന്നു. ജനാധിപത്യ പ്രക്രിയയിലൂടെ കോൺഗ്രസിന്റെ ആരും തെരഞ്ഞെടുക്കപ്പെടുന്നില്ല, എല്ലാരും അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. അതാണ് ഏറ്റവും ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള കാര്യം. ജനാധിപത്യമില്ല. ഇപ്പൊ ജില്ലാ കോൺഗ്രസ് ഭാരവാഹികൾ അവരെയും അപ്പോയിന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വളരെ ആഭാസകരമായ ഒരു കാര്യമാണ്. ഇതിനെ ജനാധിപത്യം എന്ന് പേരിട്ട് വിളിച്ചുകൂടാ. പിന്നെ മനോരോഗമുള്ള ചിലർക്ക് ജനാധിപത്യമാണെന്ന് തോന്നും. മനോരോഗമുള്ള ഒരു പത്രം തന്നെയുണ്ട് ഇത് വലിയ ജനാധിപത്യമാണെന്നുള്ള മട്ടിൽ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇതാണ് കോൺഗ്രസ് അഭിസംബോധന ചെയ്യേണ്ട കാര്യം. മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കാലത്ത് അതായിരുന്നില്ല. അപ്പൊ കോൺഗ്രസിൽ ആഭ്യന്തര ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആഭ്യന്തര ജനാധിപത്യം പുനഃസ്ഥാപിക്കുമ്പോൾ കെ സുധാകരനല്ല. ഇപ്പൊ കെ സുധാകരൻ വളരെ റിഫ്ലക്റ്റഡ് ഗ്ലോറി നേടിയ ഒരു വ്യാജനുണ്ടല്ലോ, അദ്ദേഹത്തെ പോലുള്ള ആരെങ്കിലും ജനാധിപത്യ പ്രക്രിയയിലൂടെ കോൺഗ്രസ് പ്രസിഡന്റ് ആവുമോ? ആയാലും നമുക്ക് തർക്കിക്കാൻ പറ്റില്ല, കാര്യം അവര് തിരഞ്ഞെടുത്തതാണ്. അപ്പൊ ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യവും വ്യാജമാണ്. അസാമാന്യ തട്ടിപ്പുകാരുമായും വ്യാജന്മാരുമായി കോൺഗ്രസ് നേതൃത്വത്തിന് ബന്ധമുണ്ട് എന്നത് മാത്രമല്ല, കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യവും വ്യാജമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. പിന്നെ എന്തുകൊണ്ട് കെ സുധാകരനെ ഈ ഹൈക്കമാൻഡ് 3-4 ആളുകൾ കൂടിയാലോചിച്ച് കേരളത്തിലെ പ്രസിഡന്റായി നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ, എന്നെ ഇപ്പൊ പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ വേറെ ചിലത് ചെയ്യും എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്കറിഞ്ഞൂടാ അത് ശരിയാണോ അല്ലയോ എന്ന്. അദ്ദേഹത്തിന്റെ ഒരു ദൃശ്യമാധ്യമങ്ങളോട് പറഞ്ഞ ഒന്ന് സർക്കുലേഷനിലുണ്ട്. BJPയുടെ വളരെ പ്രമുഖ നേതാക്കന്മാർ പലരും എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ഞാന് ആലോചിച്ച് BJP ചേരണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ BJP പോവും, അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതൊരു ഭീഷണിയാണോ? കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണോ? അതോ ഞാൻ BJP ചേരുന്നതിന് അരസമ്മതത്തോടു കൂടി നിൽക്കുകയാണെന്ന് BJP നേതൃത്വത്തെ അറിയിച്ചതാണോ? ഇതൊന്നും വ്യക്തമല്ല. പക്ഷെ വളരെ മൊണാലിസയുടെ ചിരി പോലെ പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ശ്രീ കെ സുധാകരന്റെ പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ വ്യത്യസ്തമായി പെരുമാറുന്ന ഒരാളാണ് കെ സുധാകരൻ എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല.
കോൺഗ്രസിലെ ജനാധിപത്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസിലെ 1-2 ലീഡേഴ്സും ഒരുപാട് അണികളും ഒക്കെ CPM-ലേക്ക് ചേക്കേറുന്ന സമയമാണ്. അപ്പൊ കോൺഗ്രസിൽ ഈ അടിപിടിയും തല്ലുംപിടിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇത് ഭയങ്കര ജനാധിപത്യം ഉള്ള ഒരു പാർട്ടിയാണ്, ഇവിടെ ആർക്കും എന്തും പറയാം, ഇവിടെ ജനാധിപത്യം ഇങ്ങനെ. അപ്പൊ ഇപ്പൊ സഖാവ് പറഞ്ഞ ജനാധിപത്യം എന്ന് പറയുന്നത് അതല്ലെന്ന് തോന്നുന്നു. അപ്പൊ അവര് പറയുന്നത് കോൺഗ്രസിലെ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് CPM-ലേക്ക് പോയാൽ അവിടെ വാ തുറന്ന് മിണ്ടാൻ പറ്റില്ല, ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടോ? ഇവിടെയാണെങ്കിൽ എന്ത് അഭിപ്രായം പറയാം? അപ്പൊ ഈ രണ്ട് ജനാധിപത്യം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതിൽ പിന്നെ കോൺഗ്രസിൽ എന്താണ് ജനാധിപത്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോയിന്റ്മെന്റ് ആണ് അവിടെ. അല്ല, അങ്ങോട്ട് പറയാനൊക്കെ പറ്റുന്നാണ് അവര് പറയുന്നത്. ആർക്കും ആരും എന്തും പറയാം. അല്ല, അത് ജനാധിപത്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സംസാരിക്കലാണ്. നിരുത്തരവാദപരമായി സംസാരിക്കലാണ് ജനാധിപത്യമെങ്കിൽ ശരി. CPIM-നെ 1970 മുതൽ ഞാൻ CPIM-ന്റെ ഭാഗമാണ്. ആദ്യം അനുഭാവി ഗ്രൂപ്പിലാണ്, പിന്നെ കാൻഡിഡേറ്റ് മെമ്പർ ആവും, പിന്നാണ് പാർട്ടി മെമ്പർ ആവുക. ഈ കാലയളവിലൊന്നും പാർട്ടിയുടെ നയം സംബന്ധിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി ഒരു കാര്യവും പറയാനുള്ള അവസരം എനിക്ക് ഇല്ലാതിരുന്നിട്ടില്ല, ഇപ്പോഴുമില്ല. എനിക്ക് ഓരോ കാര്യത്തെക്കുറിച്ചും പറയാനുള്ള കാര്യം. എല്ലാ ദിവസവും ഞങ്ങൾ പിന്നെ വിവിധ ഘടകങ്ങളിലുള്ളവർ പരസ്പരം പാർട്ടി ഓഫീസിൽ ഒത്തുകൂടി സംസാരിക്കാറുണ്ട്, ആശയവിനിമയം നടത്താറുണ്ട്. ഞങ്ങൾ എപ്പോഴെങ്കിലും എഴുതിയ ലേഖനത്തിലോ പറഞ്ഞ കാര്യങ്ങളിലോ പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾ വ്യക്തത വരുത്താറുണ്ട്. അവരവരുടെ ഘടകങ്ങളിലാണ് തുറന്നു പറയുന്നത്. ഘടകങ്ങൾ കൂട്ടായ തീരുമാനമെടുത്താൽ അതാണ് പാർട്ടിയുടെ തീരുമാനം, അതാണ് പിന്നീട് പറയുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. എന്തും തുറന്നു പറയാനും ആരെയും നിർഭയമായി വിമർശിക്കാനും ഏത് ഘടകത്തെയും നിർഭയമായി വിമർശിക്കാനുമുള്ള അവസരമുണ്ട്. അവരവരുടെ ഘടകങ്ങൾ, പുറത്തല്ല. അപ്പൊ അനുഭാവികളെ എങ്ങനെയാണ് കാണുന്നത്? അനുഭാവികൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ഉണ്ടല്ലോ, അവരെ എങ്ങനെയാ കാണുന്നത്? അനുഭാവികളുടെ കുടുംബയോഗങ്ങളും ജനറൽ ബോഡികളും കൂടാറുണ്ട്. അനുഭാവികൾ ഞങ്ങൾക്ക് പിന്നെ മെസ്സേജ് അയക്കാറുണ്ട്, കത്തെഴുതാറുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാൻ അങ്ങനെ കിട്ടിയ ഒരു കത്തനുസരിച്ച് ഒരാളെ, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പരും ഉണ്ടായിരുന്നു അതിനകത്ത്. 80 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെയുള്ള ബന്ധപ്പെട്ടുള്ള അതെല്ലാം ഞങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നില്ല. ഇതിനെല്ലാം ഉള്ള അവസരം പാർട്ടിക്കുള്ളിലുണ്ട്. ഇങ്ങനെ ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടല്ലേ? ധാരാളം. വീടുകൾ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. എല്ലാവരും വീടുകൾ സന്ദർശിക്കുമ്പോൾ അനുഭാവികളുടെ അല്ല, ഒരു അനുഭാവം ഇല്ലാത്തൊരു വീട് സന്ദർശിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പോയപ്പോ പ്രസിദ്ധനായിട്ടുള്ള ഒരു പരിഭാഷയ്ക്ക് ഇത്തവണ പിന്നെ ജെയിംസ് ജോയ്സിന്റെ പുസ്തകം പരിഭാഷപ്പെടുത്തിയതിനോ മറ്റോ അവാർഡ് കിട്ടിയ മൂസക്കുട്ടി തൃശ്ശൂരാണുള്ളത്. സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. പണ്ട് അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന MR ചന്ദ്രശേഖരൻ, MRC എന്ന് ഞങ്ങൾ വിളിക്കും, പ്രൊഫസർ MRC, അദ്ദേഹത്തിനൊരു കത്തിരിച്ച് കിട്ടി ഒരു വിഷയം സംബന്ധിച്ച്. അദ്ദേഹം MV രാഘവൻ പ്രത്യേക പാർട്ടി ഉണ്ടാക്കിയപ്പോൾ MV രാഘവന്റെ കൂടെ പോയ ആളാണ്. പിന്നീട് ആ നിലപാടൊക്കെ മാറി, ഇപ്പൊ സ്വതന്ത്രനായി നിൽക്കുകയാണ്, ഒരു പാർട്ടിയില്ല. ദേശാഭിമാനിയുടെ തൃശ്ശൂരുള്ള ആളുകളുമായിട്ട് ചേർന്ന് MRCയുടെ വീട്ടിൽ ഞാൻ പോയി, അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. ഇങ്ങനെ ഞങ്ങൾ ഇത് എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോ മാതൃഭൂമി വാരികയ്ക്കകത്ത് പ്രശസ്ത കവി ശ്രീകുമാരൻ തമ്പിയുടെ പിന്നെ ആത്മകഥ വരുന്നുണ്ട്. ഇന്നത് സമാപിച്ചു. ഇന്ന് രാവിലെയാണ് ഞാനത് മാതൃഭൂമി വാരിക കിട്ടിയത്. അത് ആദ്യം തന്നെ വായിച്ചപ്പോൾ അതിനകത്ത് പിണറായി വിജയൻ ശ്രീകുമാരൻ തമ്പി ചേട്ടന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടതിനെ കുറിച്ച് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇത് പാർട്ടിയിലുള്ള ബ്രാഞ്ച് തലത്തിലുള്ളവർ മുതൽ എല്ലാ തലത്തിലുമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഗൃഹസന്ദർശനം നടത്തുന്നുണ്ട്. എല്ലാ കമ്മിറ്റികളും കൃത്യമായിട്ട് കൂടുന്നുണ്ട്. ഇപ്പൊ ബ്രാഞ്ച് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. അഖിലേന്ത്യാ നേതൃത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യും. ബംഗാളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ചോദ്യം വരും. ചിലര് എന്നെ വിളിച്ച് സഖാവ് ഇങ്ങനൊരു ചോദ്യം വന്നിരിക്കുന്നു, അതിനിങ്ങനെ മറുപടി പറഞ്ഞാൽ മതിയോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഒരു ബ്രാഞ്ച് സമ്മേളന സ്ഥലത്ത് നിന്ന് ഒരാൾ എന്നെ ഫോൺ ചെയ്തു. ചൈനയിലെ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഒരു ചോദ്യം. മറ്റൊന്ന് ബംഗാളിലെ തെരഞ്ഞെടുപ്പിലെ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് മറ്റൊരു ചോദ്യം. ഇതൊക്കെ തമ്മിത്താൻ. അപ്പൊ അവിടെ മറുപടി പറയേണ്ട സഖാവിന്റെ കയ്യിലൊരു മറുപടി ഉണ്ട്. ഈ മറുപടി തന്നെ പറഞ്ഞാൽ മതിയോ എന്ന് എന്നോട് വിളിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളെയും തെരഞ്ഞെടുപ്പുകളെയും ചർച്ചകളെയും ഒക്കെ കാണുന്നത്. ഇപ്പൊ ഒരുപാട് സ്ത്രീകള് സെക്രട്ടറിമാരായതായിട്ട് വരുന്നു. ഓരോ സ്ഥലത്ത് നിന്ന് 20 വയസ്സ് 21 വയസ്സ്
19 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയ്ക്കും സീരിയസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. വെറുതെ ഒരു ചടങ്ങ് പോലെയല്ല ഈ സമ്മേളനങ്ങളൊന്നും നടത്തുന്നത്. അത് ഇപ്പം ഞങ്ങളിടയ്ക്ക് സംസാരിക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ എന്റെ തലമുറയിൽപ്പെട്ടവരുടെയൊക്കെ ഒരു ധാരണ നമ്മൾ ചെറുപ്പമാണെന്ന്. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്ക് 67 വയസ്സായി. അപ്പൊ അവര് 67 നമ്മൾ 67 നിങ്ങൾക്ക് 68 അപ്പൊ പുതിയൊരു തലമുറ വരണം. അപ്പൊ പ്രശാന്തിനെ അസംബ്ലി സ്ഥാനാർത്ഥിയാക്കിയത്, പ്രശാന്തിനെ മേയർ തന്നെ ആക്കിയത്, ആര്യയെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറാക്കിയത്, പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ പാർലമെന്ററി രംഗത്തും പാർട്ടി രംഗത്തും പുതിയൊരു തലമുറ കൂടി വളർന്നു വരണം. പഴയ തലമുറ ഫേഡ് ഔട്ട് ആവും, പതുക്കെ പതുക്കെ രംഗത്ത് നിന്ന് മാറും. മാറാതിരിക്കാൻ കഴിയില്ല, അത് പ്രപഞ്ച നിയമമാണ്. അപ്പൊ അതുകൊണ്ട് പാർട്ടി എല്ലാ തലങ്ങളിലും പുതിയ ചെറുപ്പക്കാരികളെ ഉയർത്തിക്കൊണ്ടുവരണം. കഴിവുള്ള സ്ത്രീകളെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ പാർട്ടിക്ക് വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള സ്വയം വിമർശനം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണത്തെ പാർട്ടി സമ്മേളനങ്ങളിലൂടെ ആ കുറവ് പരിഹരിക്കാൻ കൂടുതൽ ആത്മാർത്ഥമായ ബോധപൂർവമായ ശ്രമങ്ങൾ ഞങ്ങൾ പിന്തുടരുന്നത്. അത് ശരിക്കും കാണാനുണ്ട്. ഇപ്പോ ഏത് സ്ഥലത്തു നിന്ന് ഒരു സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ 5 പേര് കേൾക്കുന്നതിൽ 1 പേര് സ്ത്രീയുടേതാണത്. വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയാണ്. ഇപ്പോ തുടർഭരണം കിട്ടിയത് എന്തുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്? തുടർഭരണം കിട്ടിയത് കൊണ്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടുതലുണ്ടോ? എന്തൊക്കെയാണത്? തുടർഭരണം കിട്ടിയത് കൊണ്ട് ഉത്തരവാദിത്വം കൂടുതലാണ്. ജനങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇവരെ തുറന്ന് ഭരിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. ഒരു 40 വർഷത്തെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൊതു സ്വഭാവം ഒന്നിടവിട്ട് മുന്നണികൾ മാറുക എന്നുള്ളതായിരിക്കും. അപ്പോ ആ ഒന്നിടവിട്ട് മുന്നണികൾ മാറണ്ട എന്ന ചിന്തയുടെ ഒരു ചെറിയ സൂചന 2011 2006 ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ ചെന്നപ്പോൾ ആ ഒരു വിജയത്തിന്റെ വക്കിലെത്തി. പക്ഷെ പരാജയപ്പെട്ടു. 2-3 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാണ്. ജനങ്ങളെ തിരിച്ചറിഞ്ഞ് ജനങ്ങളെ ഉൾക്കൊണ്ട് അവരുടെ വികാര വിചാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പാർട്ടിയും മുന്നണിയും പ്രവർത്തിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വാസം അർപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാവും. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനം അഭിമാനകരമായിരുന്നു. അത് കൂടുതൽ അഭിമാനകരമായിരുന്നത് വലിയ തോതിൽ പാളാമായിരുന്ന വലിയ പ്രതിസന്ധികൾ ഉണ്ടായി ആ ഗവൺമെന്റ് കാലത്ത്. പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരി, അപ്പൊ അതെല്ലാം കൈകാര്യം ചെയ്തത് നിപ്പ, ഓഖി ദുരന്തം, 2 തുടർ പ്രളയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട്, പിന്നെ ഈ COVID-19 എന്ന് പറയുന്ന മഹാമാരി. അപ്പൊ അതെല്ലാം ഗവൺമെന്റിന് വലിയ ദുഷ്പേര് കൊണ്ടുവരാവുന്നതാണ്. എത്ര നന്നായിട്ട് ഇത്തരം പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ കൈകാര്യം ചെയ്താലും പോരാ, ഗവൺമെന്റ് ഇവിടെ വീഴ്ച പറ്റി എന്ന് ചിന്തിക്കുന്ന ഒരു നിരൂപക മനസ്സാണ് കേരളത്തിനുള്ളത്. ഈ നിരൂപകന്മാര് ഒരു സാഹിത്യകൃതി എടുത്താൽ അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. അപ്പൊ കുട്ടിക്കൃഷ്ണമാരാരുടെയും MP പോളിന്റെയും ജോസഫ് മുണ്ടശ്ശേരിയുടെയും M കൃഷ്ണൻ നായരുടെയും KP അപ്പന്റെയും ഒക്കെ ഒരു മനസ്സോടുകൂടിയാണ് മലയാളി എന്തിനേയും കാണുന്നത്. ആ കുറ്റം കണ്ടുപിടിക്കാനുള്ള വാസന വളരെ പ്രബലമാണ്. പക്ഷെ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റി, ജനങ്ങളെ ചേർത്ത് പിടിച്ചു, കാര്യങ്ങൾ സത്യസന്ധമായി ജനങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, എവിടെയാണ് നമുക്ക് ബലഹീനതയുള്ളത്, അത് നമുക്ക് എങ്ങനെ നേരിടാം, ഇങ്ങനെ കൈകാര്യം ചെയ്തതോടുകൂടി ഈ ഗവൺമെന്റ്, LDF ഗവൺമെന്റ്, നമ്മളെ ഒപ്പം നിർത്തിയ ഗവൺമെന്റാണ്. നമ്മുടെ വിഷമതകൾ പരിഹരിക്കാൻ ശ്രമിച്ച ഗവൺമെന്റാണ്. ഇവർക്ക് ഒരു അവസരം കൂടി കൊടുക്കണം എന്ന തീരുമാനം ജനങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. ജനങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് ജനങ്ങളുടെ മുമ്പിൽ LDF ഈ അപേക്ഷ സമർപ്പിച്ചത്, ഒരവസരം കൂടി ഞങ്ങൾക്ക് തരണമെന്ന്. അത് ജനങ്ങൾ അംഗീകരിച്ചു. അപ്പോ രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത അടിയുറച്ച വർഗീയ വിരുദ്ധ നിലപാട്, എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട്, ആരെയും കൈവിടാത്ത സമീപനം, പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ ചേർത്തു പിടിച്ച് അവർക്ക് അഭയം
അരുളിയ. പിന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൂടെ ഇടപെടൽ, വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കാൻ, പിന്നെ LNG പൈപ്പ് ലൈൻ അതൊരിക്കലും പൂർത്തിയാവില്ലെന്ന് കരുതിയതല്ല. റോഡുകളുടെ മികവ്, പിന്നെ സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കാൻ, ലൈബ്രറി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കാൻ, ആശുപത്രികളുടെ ഗുണനിലവാരം ഉയർത്താൻ. അപ്പം വിവിധ മേഖലകൾ നടത്തിയ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക രംഗത്ത് നടത്തിയ പ്രവർത്തനമുണ്ട്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് നൽകിയ ഊന്നലുണ്ട്, പിന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണം. അങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കിയാലും പിണറായി വിജയൻ ഗവൺമെന്റ് കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങളുടെ കൈവെള്ളയിൽ കാണാവുന്ന, നമ്മൾ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യം. ഞങ്ങൾ ഈ ഓരോ അസംബ്ലി മേഖലയിലും പോകുമ്പോൾ അവിടെ എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു, എന്തൊക്കെ നടന്നു. പുനലൂരിലെ താലൂക്ക് ആശുപത്രിയുണ്ട്, അതിന്റെ മികവിനെ കുറിച്ച് ഉൾനാട്ടിലുള്ള ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, സഖാവെ 10 നിലയുള്ള ആശുപത്രി കെട്ടിടമല്ലേ പുനലൂരുള്ളത്. യഥാർത്ഥ ഞാനത് മനസ്സിലാക്കിയിരുന്നില്ല. 10 നിലയാണ് പുനലൂരിലെ താലൂക്ക് ആശുപത്രിക്ക്. സത്യമാണിത്. അപ്പൊ ജനങ്ങള് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾ ചിന്തിക്കാനും വോട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ? വലിയ കൃത്യമായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതം എന്നും പറയാം. പക്ഷെ വികസനത്തിന് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള വോട്ടാണ്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടാണ്. ഇത് രാഷ്ട്രീയമായ ഒരു വോട്ടാണ്, പക്ഷെ സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാണ്. ചിലര് പറഞ്ഞു ഞാൻ കോൺഗ്രസ് ആണ്, പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഒരു അഭയം തന്നത് ഈ LDF ഗവൺമെന്റാണ്. ഇങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പൊ വികസനത്തിന്റെ രാഷ്ട്രീയത്തിനുള്ള ഒരു വോട്ടായിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലഭിച്ച LDFന്റെ വിജയത്തിന് പിന്നിലുള്ള പ്രധാന ഘടകം. ഇപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല് കൂടി വരുന്ന വർഗീയ വേർതിരിവുകള്, മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലരുന്നതിന്റെ പ്രശ്നങ്ങള്, അപരവൽക്കരണം, ഇത്തരം വിഷയങ്ങളൊക്കെ കേരളത്തിൽ വീണ്ടും ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത് ജനങ്ങളോടും രാഷ്ട്രീയ പാർട്ടികളോടും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരോടും? അല്ല, ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കണം. ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വളരെ മോശമാകുമ്പോൾ CPM-ഉം ഇടതുപക്ഷവും നല്ലതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ അംഗീകാരം കിട്ടുമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി അല്ല ഞാൻ. കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കണം. ജനങ്ങളോട് സത്യസന്ധമായും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി പ്രവർത്തിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കണം. അങ്ങനെ മത്സരം ഉണ്ടാവുമ്പോൾ CPIM-ഉം LDF-ഉം ഇപ്പൊ മികച്ച തരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുണ്ടെങ്കിലും ഞങ്ങളുടെ മികവ് ഇതിനേക്കാളും എത്രയോ കൂടുതൽ മികവുള്ളതാകേണ്ടതാണ്. വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്ന് വക്കം മുഹമ്മദ് ബഷീറിന്റെ എൻഡുപ്പാക്കർ ആനയുണ്ടാർന്നിൽ പറയുന്നത് പോലെ ഈ മികവിനെന്തൊരു മികവ് എന്ന് ചിന്തിക്കാൻ ജനങ്ങൾ കഴിയണം. ഇത് സാധാരണ മികവൊന്നും അല്ലല്ലോ. അതിനു സഹായകമായ വിധത്തിൽ LDF ഗവൺമെന്റ് പ്രവർത്തിക്കണമെന്നുള്ള ചർച്ച CPIM-ഉം LDF-ഉം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കേരളത്തെ ഒരു മാതൃകാ സംസ്ഥാനമായി പുതിയ ഒരു തലത്തിലേക്ക്, വികസനത്തിന്റെ തലത്തിലേക്ക്, ജനക്ഷേമത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദവും ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയവും ഓരോ രാഷ്ട്രീയ പാർട്ടിയും പിന്തുടരാൻ നിർബന്ധിക്കപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൂടുതൽ ജനങ്ങളോട് പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് കേരളീയ സമൂഹത്തിനാകെ അതിന്റെ പ്രയോജനം ഉണ്ടാവും. മറ്റു രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ സ്വാധീനത്തിൽപ്പെടും. ഉദാഹരണത്തിന്, ഞങ്ങൾ കുറച്ച് ധീരവും സാഹസികവുമായ ഒരു തീരുമാനമെടുത്തു. പിണറായി വിജയൻ ഗവൺമെന്റിൽ വളരെ സമർത്ഥമായി പ്രവർത്തിച്ച കുറെ മന്ത്രിമാരെയും MLA-മാരെയും അവർ തുടർച്ചയായി 2 or 3 തവണ MLA-മാരായി, 2 തവണ മന്ത്രിയായി എന്നെല്ലാം ഉള്ളത് പരിഗണിച്ച്
പുതിയൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ഇടപെടണം. അവർ പാർലമെന്ററി രംഗത്ത് നിന്ന് പാർട്ടി രംഗത്തേക്ക് അവരുടെ പ്രവർത്തനം മാറ്റട്ടെ. പുതിയൊരു കൂട്ടം സഖാക്കൾ കൂടി LDF ഗവൺമെന്റിന്റെ നേതൃത്വം ഏറ്റെടുക്കാനും MLA-മാരാകാനും വരട്ടെ എന്നുള്ളത് ഞങ്ങൾ കുറെ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ ഗുണദോഷങ്ങൾ എന്താവും, ജനങ്ങൾ ഇത് സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നതാണ്. എന്നിട്ട് ചില മാനദണ്ഡങ്ങൾ ഞങ്ങൾ കർശനമായിട്ട് അങ്ങ് നടപ്പാക്കി. പാർട്ടിയും LDF-ഉം CPI-യും അതുപോലുള്ള തീരുമാനമെടുത്തു. പിന്നെ ഒരുപാട് സീറ്റ് ഇല്ലാത്ത മറ്റു ചെറിയ പാർട്ടികൾക്ക് അത്തരം തീരുമാനം എടുക്കുന്നതിനുള്ള പരിമിതികൾ ഉണ്ടാവും. അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. CPM-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കിട്ടി. LDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണ വിജയിച്ചു. ഒഴിവാക്കേണ്ട ചില പരാജയങ്ങൾ ഇതിനിടയ്ക്ക് സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. അതെന്തുകൊണ്ടായി എന്നുള്ളത് പരിശോധിച്ച് ഞങ്ങൾ കർശന നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു. ശക്തമായിട്ട് തന്നെ തെറ്റ് തിരുത്താനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു പുതിയ തലമുറ കടന്നു വരണം. പാർലമെന്ററി രംഗത്ത് തമ്പടിച്ച് എല്ലാ കാലത്തേക്കും ആളുകൾ ഇരുന്നുകൂടാ എന്ന തീരുമാനം CPI-യും LDF-ഉം എടുത്തപ്പോ ഇന്ന് കോൺഗ്രസിനുള്ളിലെ പ്രശ്നത്തിന്റെ ഒരു കാരണം അതാണ്. പലരും ചോദിക്കുന്നുണ്ട്, CPM ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, എന്തുകൊണ്ട് കോൺഗ്രസ് ഇതെടുക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ലീഗിന് ഇതെടുക്കാൻ പറ്റുന്നില്ല, എന്താണ് ചില ആളുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ മത്സരിക്കും, അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉടനെ അതിലും മത്സരിക്കും, ഇതെന്താ ലീഗിൽ അങ്ങനെ ചിലർ? ഈ ചർച്ചയെല്ലാം കോൺഗ്രസിലും ലീഗിലും ഉണ്ടായതിൽ ഞങ്ങളുടെ ഇടപെടലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പഴയ പരിണിതപ്രജ്ഞർ കുറെ പേർ തുടരുന്നതോടൊപ്പം ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു തലമുറ കൂടി കടന്നു വരണം എന്ന തീരുമാനം ഞങ്ങൾ നടപ്പാക്കിയതിന്റെ ചില അനുരണനങ്ങൾ കൂടിയാണ് കേരള രാഷ്ട്രീയത്തിൽ പൊതുവിലുള്ളത്. ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചർച്ച ചെയ്യുന്നു. ആ തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ ചില മാറ്റങ്ങൾ വരുത്താനാണ്, ചില കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും CPI-യും LDF-ഉം ശ്രമിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഈ മാതൃക ചിലപ്പം കേരളത്തിന് പുറത്തേക്ക് വ്യാപിച്ചു എന്ന് വരും. ആ അർത്ഥത്തിൽ കേരളത്തിൽ പാർട്ടിയും LDF-ഉം നടത്തുന്ന രാഷ്ട്രീയമായ ഇടപെടലുകളും പ്രായോഗികമായ തീരുമാനങ്ങളും ഒക്കെ ഭാവികാല പ്രസക്തിയുള്ളത് കൂടിയാണ് എന്നതിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് CPM-കാരനായത്? CPI-കാരനായിരിക്കുന്നതിനുള്ള കാരണം, നാം ജീവിക്കുന്ന സമൂഹത്തെ അതിന്റെ പോരായ്മകളെ പരിഹരിച്ച് കൂടുതൽ നീതിപൂർവകവും സമത്വപൂർണവുമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടി ഏറ്റവും ശരിയും ശാസ്ത്രീയവുമായ ഒരു കാഴ്ചപ്പാട് ഉള്ളത് CPI-നാണ്. ഒരു പ്രവർത്തന പരിപാടിയും സമര പരിപാടിയും ഉള്ളത് CPI-നാണ് എന്ന് കണ്ടാണ് CPI-ന്റെ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. CPI-ന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയതോടുകൂടി ഈ ധാരണ എത്രയോ ശരിയാണ് എന്ന് അനുഭവത്തിലൂടെ കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ CPI-ൽ തുടരുന്നത്. ഒരാൾ ഒരു രാഷ്ട്രീയം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുക്കേണ്ടത്? ഒരു മനുഷ്യന് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുക്കേണ്ടത് ആ ഓരോ പാർട്ടിയെയും കുറിച്ച്, ആ പാർട്ടിയുടെ നിലപാടുകളെ കുറിച്ച്, ആ നിലപാടുകൾ സംബന്ധിച്ച് ആ പാർട്ടികളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ, രേഖകൾ, ഇത് പരിശോധിക്കണം. അത് പിന്നെ ഒരു പാർട്ടിയിൽ ചേരുന്ന ഘട്ടത്തിൽ പൂർണ്ണമായി കഴിഞ്ഞു എന്ന് വരില്ല. എന്നാലും സാധ്യമായിടത്തുള്ളത് പരിശോധിക്കണം. ഈ പാർട്ടി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് ആ പാർട്ടി പറയുന്നത് മാത്രമല്ല നോക്കേണ്ടത്, ആ പറയുന്നതുമായി ആ പാർട്ടിയുടെ പ്രവൃത്തി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുകൂടി നോക്കണം. ആ പാർട്ടിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നും നോക്കണം. പിന്നെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത വ്യക്തികൾ ഉണ്ടാവില്ല, കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത പാർട്ടികളും ഉണ്ടാവില്ല. കുറ്റങ്ങളും കുറവുകളും ഏറ്റവും കുറച്ചുള്ള പാർട്ടി ഏതാണ്? ശരിയും ശാസ്ത്രീയവുമായ താരതമ്യേന ഏറ്റവും മികച്ച പരിപാടിയുള്ള പാർട്ടി ഏതാണ്? അതേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. ടു എർ ഈസ് ഹ്യൂമൻ എന്ന് പറയുന്നത് പോലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും തെറ്റുകൾ പറ്റാം.
EMSന്റെ പ്രസംഗങ്ങളിലെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുള്ളത് ഈ കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന്. പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രസംഗിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവ് EMS ആയിരിക്കും. പക്ഷെ EMS ഉടനെ കൂട്ടിച്ചേർക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ശരികൾ ചെയ്തിട്ടുള്ള പാർട്ടി എന്റെ പാർട്ടിയാണ്. മറ്റു പാർട്ടികളെല്ലാം ശരി ചെയ്തു എന്ന് പറഞ്ഞിട്ട് തെറ്റാണ് കൂടുതലും ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. കമ്മ്യൂണിസ്റ്റുകാർ തെറ്റുപറ്റിയാൽ അത് ഏറ്റു പറയുന്നു. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ശരിയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്ന സത്യവും വിളിച്ചു പറയുന്നു. അപ്പോ പാർട്ടി ഏത് വേണം എന്ന് അന്വേഷിക്കുന്നവർ ആ പാർട്ടികളുടെ അടിസ്ഥാന നയസമീപനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആ നയസമീപനങ്ങളോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടാണോ ആ പാർട്ടി പ്രവർത്തിച്ചു വരുന്നത് എന്നതും പരിശോധിക്കണം. വളരെ നന്ദി. കുറെ സമയം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്കൊക്കെ വേണ്ടി ചെലവഴിച്ചതിൽ വളരെ നന്ദി. തിരക്കുള്ള സമയമായിട്ട് വളരെ നന്ദി. സുനിത ദേവദാസുമായി ഇങ്ങനെ ഒരു സംഭാഷണം നടത്താൻ കഴിഞ്ഞതിൽ എന്നിൽ നിന്നും പല അഭിപ്രായങ്ങളും വലിച്ച് പുറത്തിടാൻ സുനിതയുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന പല ചോദ്യങ്ങളും ഉന്നയിച്ചു. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്കും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. താങ്ക് യു.